സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ബഡ്സ് ആക്ട് പ്രകാരം നിരോധിച്ചതും അതിൻ്റെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ വന്ന കാര്യം ഇനിയും ആരും അറിയാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ ബഡ്സ് ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു നടപടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അവർക്ക് നിക്ഷേപിച്ച പൈസ കിട്ടണമെങ്കിൽ ജില്ലാ കളക്ടറെയോ ബന്ധപ്പെട്ട പോലീസിനെയോ അറിയിക്കുകയാണ് വേണ്ടത്. ഇന്ന് മാതൃഭൂമിയിൽ കണ്ടൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഇതുപോലെ സമീപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു സ്ത്രീയെ ചീത്ത പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ ഒരു സ്ത്രീയുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നും. ഇതൊരു പ്രതീകമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ പറ്റിച്ചുകൊണ്ടേ ഇരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അല്ലാതെ സൊസൈറ്റി ലേഡീസും അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ച് കൂടുതൽ പലിശ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നവരോ അല്ല നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരുന്നത്. താഴെ തട്ടില്ലവരെ അടക്കം നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ളവർ ഇതിനെതിരെ പറയണമെന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ നിങ്ങൾ 800 രൂപയുടെ പുതപ്പ് 200 രൂപ ഗുണമുള്ള പുതപ്പ് 800 രൂപ വിൽക്കുന്നതെന്നും അതൊക്കെ ചെറിയ രീതിയിലുള്ള തട്ടിപ്പ് മാത്രമാണ്. അപ്പോൾ അവിടുന്ന് കടന്ന് നിങ്ങൾ ഈ രീതിയിൽ ലക്ഷങ്ങളും കോടികളും വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിങ്ങൾക്കെതിരെ പറയുന്നത്. ഇനിയെങ്കിലും വിശ്വസിക്കുക, ഞാൻ മറ്റൊരു MLM കമ്പനിയുടെയും വക്താവല്ല. അവരൊന്നും ആരും തന്നെ എനിക്ക് പണം തരുന്നുമില്ല എന്നുള്ള കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ കണ്ടത്, എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ഹൈറിച്ചിനെയും ഫിജി കാർഡിനെ ചേർത്ത് ചീത്ത വിളിക്കുന്ന വ്യക്തി ഞാൻ 1.5 വർഷം മുമ്പേ ഇട്ട ഒരു വീഡിയോ ഇപ്പോൾ കണ്ടിരിക്കുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഹൈറിച്ചിനെയും ഫിജി കാർഡിനെയുമാണ്. ഏതാണ് വലിയ തട്ടിപ്പ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, ഫിജി കാർഡിനെ തട്ടിച്ച് നോക്കുമ്പോൾ ഹൈറിച്ച് എന്ന് പറയുന്നത് ഒരു ചെറിയ തട്ടിപ്പ് മാത്രമാണ് എന്നാണ്. ആ സമയത്ത് നിങ്ങൾ HRC കോയിൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ പ്രാഥമിക ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ OTT അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാനൊന്നും ഇത്ര സജീവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരെ പറ്റിക്കുന്ന ഫിജി കാർഡിനാണ് 800 രൂപയുടെ പുതപ്പ് വിൽപ്പിനേക്കാളും വലിയ അപകടമെന്ന് പറയേണ്ടി വന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഇതൊരു ഗുണ്ടാ സംഘമായിട്ട് മാറിയിരിക്കുന്നു. എങ്ങനെയും ആൾക്കാരെ കൊന്നിട്ടാണെങ്കിലും സൈലൻ്റ് ആക്കുക എന്നുള്ള ആ ഒരു സംഭവത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഭയക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കേസിന് പോയാലോ, അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയിട്ട് നിന്നെ പെണ്ണ് കേസിൽ പെടുത്തും. ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ്. ഒരു സിനിമാ നിർമ്മാതാവിനോട് പറഞ്ഞതാണ്, വെറും 10,000 രൂപ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണ്ടു. 10,000 രൂപ തിരിച്ചു കൊടുക്കാൻ ഇവരുടെ കയ്യിലില്ല. അതുപോലെ തന്നെ ഈ പാവം പിടിച്ച എറണാകുളത്തുള്ള ചേച്ചിക്ക് കൊടുക്കേണ്ടത് വെറും 20,000 രൂപയാണ്. 20,000 രൂപ ഇവരുടെ കയ്യിലില്ല, ഇവർക്ക് കൊടുക്കുന്നില്ല എന്നാണ് കാര്യം. അപ്പോൾ എന്ത് വിശ്വസിച്ച് നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കണം? എന്ത് വിശ്വസിച്ച് നിങ്ങൾ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാതിരിക്കണം എന്ന് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ചിന്തിക്കണം. ഇവർ നിങ്ങൾക്ക് പണം തരുമോ എന്ന്, കമ്പനി പണം തന്നില്ലെങ്കിൽ നിങ്ങൾ പണം തരുമോ എന്ന് നിങ്ങൾ തിരിച്ച് ചോദിക്കണം. ഇൻ കേസ് കമ്പനി പണം തന്നില്ലെങ്കിൽ താങ്കൾ തരുമോ? താങ്കൾ എൻ്റെ അപ്ലൈനല്ലേ, താങ്കൾ എൻ്റെ ലീഡറല്ലേ, താങ്കൾ തരുമോ എന്ന് നിങ്ങളോട്
നിങ്ങൾ ചോദിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എന്നാൽ പോയി കേസ് കൊടുക്ക് എന്ന്. ആരോടും പറയണ്ട, നിങ്ങൾ കേസ് കൊടുത്തു എന്ന് പറയും. അപ്പോൾ അതാണ് യാഥാർത്ഥ്യവും സംഭവിക്കാൻ പോകുന്നതും അതാണ്. അപ്പോൾ ഇനി നിങ്ങളോട് പാവപ്പെട്ടവർ അല്ലെങ്കിൽ വേറെ ഒരു ഗതിയില്ലാത്തവർ, ആ പണം തിരികെ എടുത്താൽ മാത്രം ജീവിതം മുന്നോട്ട് പോകുന്നവർ, നമ്മുടെ ഹൈറിച്ച് മുതലാളിയുടെ കയ്യിലുള്ള നമ്മുടെ പണം തിരിച്ചു കിട്ടിയാൽ മാത്രം ജീവിതം മുന്നോട്ട് പോകുന്നവർ എല്ലാവരും തന്നെ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കലക്ടറെ നേരിട്ട് കണ്ടിട്ട് പരാതി കൊടുക്കണം. അല്ലെങ്കിൽ കലക്ടർ ഓഫീസിലും കൊടുക്കാം, പക്ഷേങ്കിൽ നേരിട്ട് കണ്ട് ഒരു പരാതി കൊടുക്കണം. ഇത് പറയാൻ കാരണം ഇതിലകപ്പെട്ട ഒരുപാട് ആൾക്കാർ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. ഇന്ന് കുറച്ചും കൂടി ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടായിരുന്നു. ഒരു വയസ്സായ നൈറ്റ് ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ഒരു കേസ് മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രൂപ പ്രതാപൻ ബാങ്കുകളിലും അദ്ദേഹത്തിൻ്റെ പേരിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ല അദ്ദേഹം വേറെ ഏതെങ്കിലും പേരിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കാറുകളും വീടുകളും വേറെ ആരുടെയെങ്കിലും പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ ലീഡറെയും കക്ഷി ചേർക്കേണ്ടതുണ്ട്. എനിക്ക് മാസത്തിൽ 5 ലക്ഷം കിട്ടുന്നുണ്ട്, എനിക്കത് 5 കോടി ആക്കണം, മാസത്തിൽ എനിക്ക് 5 കോടി വരുമാനം വേണ്ടും എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ജിനിൽ ജോസഫിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്നലെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് ഒരു കേസ് വന്നു. മനു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമാ നിർമ്മാതാവ് കേസ് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്തുള്ള ഒരു വീട്ടമ്മ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനധികം കേസുകൾ പണ്ട് 1 വർഷം മുമ്പേ FIR ഇട്ട കേസുകളുണ്ട്. അപ്പോൾ കേസുകൾക്കൊന്നും പഞ്ഞമില്ല. പക്ഷേങ്കിൽ കമ്പനി ഒന്നേ ഉള്ളൂ, അത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ്. അപ്പോൾ ആ കമ്പനിക്കെതിരെ കേസുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയരുകയാണ്. ഇനിയൊരു തിരിച്ചു വരവ് ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയും കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ പേ ഔട്ടുകൾ തന്നു തീർക്കാൻ ഏത് കമ്പനിക്കാണ് സാധ്യമാവുക? ബൈ.